ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 3 ഗണിതം യൂണിറ്റ് 3 1000 എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ തീറ്റ മത്സരം എന്നു മുതൽക്കുള്ള പ്രവർത്തനങ്ങളാണ് തുടങ്ങുന്നത്. ഇതിനു മുമ്പിട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യത്തെ പ്രവർത്തനങ്ങൾ ആ വീഡിയോയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 3ാം ക്ലാസ്സിലെ എല്ലാ വീഡിയോസും എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീറ്റ മത്സരത്തിനായി കരിമ്പ് കെട്ടുകളാക്കി വയ്ക്കുകയാണ് മല്ലനാന. 100 എണ്ണം വീതമുള്ള 20 കെട്ടുകൾ തയ്യാറാക്കി വെച്ചു. ഓരോ കെട്ടിലും 100 കരിമ്പാണ് ഉള്ളത്. അപ്പോൾ ആകെ എത്ര കരിമ്പുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കെട്ടിൽ 100 കരിമ്പ്. അപ്പോൾ 2 കെട്ടിൽ എത്രയുണ്ടാകും? 100 100 ആണ് അല്ലേ? 100 100 200. 2 കെട്ടുകൾ എന്ന് പറഞ്ഞാൽ 2 100 2 100 എന്ന് പറഞ്ഞാൽ 100 100 200 എണ്ണം. ഇനി 3 കെട്ടുകൾ എടുക്കാം. അപ്പോഴോ 3 100ൻ്റെ കെട്ടുകളാണ്. 3 100 100 100 200 200 100 300. 3 100 എന്ന് പറഞ്ഞാൽ 300. 300 കരിമ്പുകളാണ് 3 കെട്ടിലുള്ളത്. 4 കെട്ടെടുത്താലോ 4 100. അതായത് 4 100 കൂടിയാൽ 400. 400 കരിമ്പുകളാണ് അതിലുണ്ടാവുക. 5 കെട്ടുകൾ എടുത്തു നോക്കൂ. 5 100ൻ്റെ കെട്ടുകളാണ്. 5 100 500. ഇനി 6 കെട്ടുകൾ എടുത്ത് നോക്കുക. 6 കെട്ടുകൾ എടുത്ത് നോക്കിയാൽ 600 600 എണ്ണം ആ കെട്ടിലുണ്ട് അല്ലേ? എല്ലാം കൂടി 600 എണ്ണമാണ് ഉള്ളത്. 7 കെട്ടുകൾ എടുക്കുകയാണെങ്കിലോ 7 കെട്ടുകൾ 100 100 200 100 300 100 400 400 100 500 500 100 600 600 100 700. അപ്പോൾ അതിൽ 700 കരിമ്പുകൾ ഉണ്ടാകും. 8 കെട്ടുകൾ എടുത്താലോ 8 കെട്ടുകൾ എടുക്കുമ്പോൾ 800 കരിമ്പുകൾ. 9 കെട്ടുകൾ എടുത്താൽ 9 കെട്ട് അതായത് 9 100 900 കരിമ്പുകൾ. 10 കെട്ടുകൾ എടുക്കുകയാണെങ്കിലോ 10 കെട്ടുകൾ 10 100 ഉണ്ട്. 10 100 എന്ന് പറഞ്ഞാൽ 1000 കരിമ്പുകളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത ഒരു പട്ടിക നോക്കൂ. തീറ്റ മത്സരം നടക്കുന്നിടത്തേക്ക് കരിമ്പ് കൊണ്ടുപോകാമെന്ന് ജിംബൻ ജിറാഫും ബാലു കരടിയും ഡിങ്കു കഴുതയും സമ്മതിച്ചു. എത്രണ്ണം വീതമാണ് ഓരോരുത്തരും കൊണ്ടുപോയത്? കെട്ടുകളുടെ എണ്ണം കൊടുത്തത് നോക്കാം. ജിറാഫ് 6 കെട്ടുകളാണ് കൊണ്ടുപോയത്. കരടിയാണെങ്കിൽ 10 കെട്ടുകൾ കൊണ്ടുപോയി. കഴുതയുടെ എണ്ണം കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടുപേരും കൊണ്ടുപോയതിൻ്റെ ബാക്കിയാണ് കഴുത കൊണ്ടുപോയിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ 6 കെട്ടുകൾ എത്രയാണ് എന്ന് നമ്മളിവിടെ നേരത്തെ കണ്ടു. 6 കെട്ടുകൾ എന്ന് പറഞ്ഞാൽ 6 100 6 100 600. 10 കെട്ടുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 കെട്ടുകൾ 1000 അല്ലേ? 10 100 1000. അപ്പോൾ 1000 എന്നും 600 എന്നും ഇവിടെ എഴുതിയല്ലോ. ഇനി നമുക്ക് ബാക്കി എത്ര കെട്ടുകളുണ്ട്? 10ഉം 6ഉം 16 കെട്ടുകൾ ഇവർ രണ്ടാരും കൂടി കൊണ്ടുപോയി അല്ലേ? ഇനി 16 കഴിഞ്ഞാൽ 17 18 19 20 4 കെട്ടുകൾ ബാക്കിയുണ്ട്. അപ്പോൾ കഴുത അവിടെ 4 കെട്ടുകൾ എന്ന് എഴുതാം. 4 കെട്ടിലും കൂടി എത്ര ഉണ്ടാകും? 4 100കളാണ്. 4 100കൾ എന്ന് പറഞ്ഞാൽ 400 കരിമ്പുകൾ. ഇനി നമുക്ക് ഈ 600ഉം 1000ഉം 400ഉം കൂട്ടി നോക്കിയാലോ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 600ഉം 400ഉം കൂടിയാൽ 10 100 അല്ലേ? അപ്പോൾ 10 100 എത്രയാണ് എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിത് കൂട്ടി നോക്കാം. 2000. എത്രയാണ്? 2000 കരിമ്പുകൾ. മനസ്സിലായില്ലേ എല്ലാവർക്കും? തീറ്റ മത്സരത്തിനായി മറ്റൊന്നും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കരിമ്പ് മാത്രമല്ല, മാമ്പഴവും കൊണ്ടുവന്നിട്ടുണ്ട്. തീറ്റ മത്സരത്തിനായി അടുത്തതായി കൊണ്ടുവന്നിരിക്കുന്നത് മാമ്പഴമാണ്. അത് 2000 മാമ്പഴമുണ്ട്. അത് 4 ചാക്കുകളിലായി തുല്യമായി വെച്ചിട്ടുണ്ട് ഇവിടെ.
അപ്പോൾ ഓരോ ചാക്കിലും എത്ര വീതം ഉണ്ടായിരിക്കും? ഓരോ ചാക്കിലും എത്ര വീതം ഉണ്ടാകും? 20 നൂറുകൾ ചേർന്നാലാണ് 2000 അല്ലേ? 10 നൂറുകൾ ചേർന്നാൽ 1000. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? 2000 മാമ്പഴം 4 ചാക്കുകളിൽ തുല്യമായി വെച്ചിരിക്കുന്നു. അതായത് 20 നൂറാണ് 2000 അല്ലേ? 20 നൂറിനെ നമുക്ക് ആദ്യം 2 തുല്യ ഭാഗങ്ങളാക്കിയാലോ? 10 നൂറ് പ്ലസ് 10 നൂറ് അല്ലേ? അപ്പോൾ 2 ഭാഗമാക്കിയപ്പോൾ ഒന്നിൽ 10 നൂറ്, മറ്റേലും 10 നൂറ്. ഇനി നമുക്ക് 20 നൂറിനെ 4 തുല്യ ഭാഗങ്ങളാക്കിയാലോ? ഓരോ 10 നൂറിനെയും വീണ്ടും 2 തുല്യ ഭാഗങ്ങളാക്കുക. 10നെ 2 തുല്യ ഭാഗങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ 5ഉം 5ഉം ആണ് 10. 10 നൂറ് എന്ന് പറഞ്ഞാൽ 5 നൂറ് കൂട്ടണം 5 നൂറ്. ഇപ്പുറത്തുള്ള 10 നൂറിനെയും നമുക്ക് 2 തുല്യ ഭാഗങ്ങളാക്കാം. 5 നൂറ് പ്ലസ് 5 നൂറ്. അപ്പോൾ 20 നൂറിനെ നമ്മൾ 4 തുല്യ ഭാഗമാക്കിയപ്പോൾ ഒരു 5 നൂറ്, 2 5 നൂറ്, 3 5 നൂറ്, 4 5 നൂറ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതായത് 5 നൂറ് എന്ന് പറഞ്ഞാൽ 500. 500 പ്ലസ് 500 പ്ലസ് 500 പ്ലസ് 500. അതായത് ഓരോ ചാക്കിലും 500 വീതം മാങ്ങകൾ ഉണ്ടായിരിക്കും. വെള്ളംകുടി മത്സരം. വെള്ളംകുടി മത്സരത്തിന് പേര് നൽകിയവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. വെള്ളംകുടി മത്സരത്തിനുള്ളവരൊക്കെ എത്തി അവിടെ അല്ലേ? വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങളുടെ അളവ് നോക്കൂ. 50 ലിറ്റർ, 20 ലിറ്റർ, 10 ലിറ്റർ. 50 ലിറ്റർ, 20 ലിറ്റർ, 10 ലിറ്റർ വെള്ളം വീതം നിറച്ച പാത്രങ്ങളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന ആൾ ജയിക്കും. ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ അളവ് നോക്കൂ. പട്ടിക പൂർത്തിയാക്കൂ. ജിംബൻ ജിറാഫ് കുടിച്ചത് ഒരു 50 ലിറ്റർ പാത്രം മുഴുവൻ കുടിച്ചു. 20 ലിറ്ററിൻ്റെ 3 പാത്രം വെള്ളം കുടിച്ചു. 10 ലിറ്ററിൻ്റെ 1 പാത്രം വെള്ളവും കുടിച്ചു. അപ്പോൾ ആകെ എത്ര വെള്ളമാണ്? 50 ലിറ്ററിൻ്റെ 1 പാത്രം, അതായത് 50 പ്ലസ് 20ൻ്റെ 3 പാത്രം കുടിച്ചു, അതായത് 20 ഗുണിക്കണം 3. 20ൻ്റെ 3 പാത്രം എന്ന് പറഞ്ഞാൽ 20 20ഉം 40, 40 20ഉം 60. അപ്പോൾ 60, 50 പ്ലസ് 60, പിന്നെ 10 ലിറ്ററിൻ്റെ 1 പാത്രവും. 50 പ്ലസ് 60 പ്ലസ് 10, ഇത് 3ഉം കൂടി കൂട്ടി നോക്കിയാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 120 ലിറ്റർ. ഇനി കൊമ്പനാന കുടിച്ചത് നോക്കാം. 50 ലിറ്ററിൻ്റെ 3 പാത്രം വെള്ളം കുടിച്ചിട്ടുണ്ട്. അതായത് 50 പ്ലസ് 50 പ്ലസ് 50, അതായത് 50 50 100, 100 50ഉം 150. ഇനി അടുത്തതായിട്ട് 20 ലിറ്ററിൻ്റെ 4 പാത്രം വെള്ളം കുടിച്ചു. അതായത് 20 20ഉം 40, 40 20ഉം 60, 60 20ഉം 80. അപ്പോൾ അവിടെ 80 ലിറ്റർ കുടിച്ചു. ഇനി 10 ലിറ്ററിൻ്റെ 2 പാത്രം, അതായത് 10ഉം 10ഉം 20. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കാം. 150 കൂട്ടണം 80 കൂട്ടണം 20. അപ്പോൾ നമുക്ക് കിട്ടുക 250 ലിറ്റർ എന്നാണ്. ഇനി ജിൻഡുക്കരടി കുടിച്ചിരിക്കുന്നത് 20 ലിറ്ററിൻ്റെ 2 പാത്രം, അതായത് 20 20 40 ലിറ്റർ. 10 ലിറ്ററിൻ്റെ 2 പാത്രം, അപ്പോൾ 10ഉം 10ഉം 20. അപ്പോൾ 40 കൂട്ടണം 20 സമം 60 ലിറ്റർ. 60 ലിറ്ററാണ് കുടിച്ചിട്ടുള്ളത്. ഒട്ടകം കുടിച്ചത് നോക്കൂ. 20 ലിറ്ററിൻ്റെ 5 പാത്രം വെള്ളം കുടിച്ചു. 20നെ 5 പ്രാവശ്യം, 20നെ 5 കൊണ്ട് ഗുണിച്ച് നോക്കാം. അല്ലെങ്കിൽ 20 20 20 20 20 അങ്ങനെ 5 തവണ എഴുതി കൂട്ടുമ്പോൾ 100. പിന്നെ 10 ലിറ്ററിൻ്റെ 10 പാത്രം വെള്ളം കുടിച്ചു. അതായത് 10 10 10 10 എത്രയാണ്? 100 ലിറ്റർ. അവിടെയും 100 ലിറ്റർ അല്ലേ? അപ്പോൾ ആകെ 100 കൂട്ടണം 100 സമം 200 ലിറ്ററാണ് ഒട്ടകം കുടിച്ചത്. ഇനി കടുവ കുടിച്ചത് ആകെ അളവ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആകെ 80 ലിറ്ററാണ് കുടിച്ചത്. അപ്പോൾ നമുക്കിതിനെ 10 ലിറ്ററിൻ്റെ 8 പാത്രം കുടിച്ചതായിട്ട് അവിടെ 8 എന്ന് കൊടുക്കാം. 10 ലിറ്ററിൻ്റെ ചോട്ടിലായിട്ട് 8. അപ്പോൾ 80 ലിറ്റർ. കാട്ടുപോത്ത് ആകെ കുടിച്ചിട്ടുള്ളത് 100 ലിറ്ററാണ്. 100 ലിറ്റർ ഏത് അളവിലാണ് കുടിച്ചതെന്ന് നമുക്കിവിടെ കൊടുക്കാം. നമ്മൾ 20 ലിറ്റർ അളവിൽ കൊടുത്താലോ? അപ്പോൾ ഇവിടെ എത്ര എണ്ണം വേണം? 5 പാത്രം കുടിക്കണം. അപ്പോഴാണ് 100 ആവുക. അപ്പോൾ അവിടെ നമ്മൾ 5 എന്നും കൊടുക്കുക.
ഇപ്പം എല്ലാവരും കുടിച്ചത് നമുക്ക് മനസ്സിലായി. ജിറാഫ് 120 ലിറ്റർ, കൊമ്പനാന 250 ലിറ്റർ, കരടി 60 ലിറ്റർ, ഒട്ടകം 200 ലിറ്റർ, കടുവ 80 ലിറ്റർ, കാട്ടുപോത്ത് 100 ലിറ്റർ. അപ്പോൾ ഇവിടെ ജയിച്ചത് ആരാണ്? കൊമ്പനാന 250 ലിറ്റർ. 50 ലിറ്ററിൻ്റെ 2 പാത്രം വെള്ളം കുടിക്കുന്നതിന് പകരം 50 ലിറ്ററിൻ്റെ 2 പാത്രം എന്ന് പറഞ്ഞാൽ ആകെ എത്രയായി? 50 100 ലിറ്ററായി. അതിന് പകരമായിട്ട് 20 ലിറ്ററിൻ്റെ എത്ര പാത്രം വെള്ളം കുടിക്കണം? 20 ലിറ്ററിൻ്റെ 5 പാത്രം വെള്ളം കുടിക്കണം. 5 പാത്രം. ഇനി 10 ലിറ്ററിൻ്റെ പാത്രത്തിലെ വെള്ളമാണെങ്കിലോ 50 ലിറ്ററിൻ്റെ 2 പാത്രം വെള്ളം കുടിക്കുന്നതിന് പകരം 10 ലിറ്ററിൻ്റെ പാത്രത്തിലെ വെള്ളമായാലോ? അതായത് 100 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 ലിറ്ററിൻ്റെ എത്ര പാത്രം വേണം? 10 10 100. അപ്പോൾ 10 ലിറ്ററിൻ്റെ 10 പാത്രം വെള്ളം കുടിക്കണം. അവിടെ 10 പാത്രം എന്നെഴുതുക. വേനൽക്കാലത്ത് വെള്ളം കുറയുമെന്ന് അറിയാമല്ലോ. വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കണം. ഇനി ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ ലിറ്ററിലുള്ള അളവ് ആരോഹണ ക്രമത്തിൽ എഴുതൂ. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതിൽ നിന്ന് ഏറ്റവും വലുതിലേക്കാണ് എഴുതി പോകേണ്ടത്. ഇവിടെ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 60 ലിറ്റർ, 80 ലിറ്റർ, 100 ലിറ്റർ, 120 ലിറ്റർ, 200 ലിറ്റർ, 250 ലിറ്റർ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.